ബജാജിലെ ബെൻസ് ഇത്ര പെട്ടെന്ന് പോകുന്ന ഭയങ്കര അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ റോബിൻ ഒരു ഹായ് പറയോ? കുറച്ച് നേരത്തെ ഇറങ്ങി, അത് വലിയ ഭാഗ്യം. കുറച്ച് നേരത്തെ ഇറങ്ങി, അവർ കുറച്ച് താമസിച്ചിറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. സോ ആർക്കും എല്ലാവരും നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. ഒരു PR കൊണ്ടൊന്നും ഇവിടെ ആരും ജയിക്കില്ല, അത് നിങ്ങൾക്ക് തോന്നണട്ടോ. നീലക്കുയിൽ എവിടെ? Where is the കുയിൽ? ഗൈസ്, ഇവരാണ് നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളുകള്. ഗൈസ്, നല്ല മഴയുണ്ട് നമ്മുടെ കോട്ടയത്ത്. ഇപ്പോഴാണെന്ന് തോർന്നിരിക്കുന്നത്. ഇപ്പൊ രാവിലെ ഒരു 11:45 സോ നമ്മൾ നേരെ ഇനി എറണാകുളത്തേക്ക് പോവാണ്. പരിപാടി എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ? പറയത്തില്ല ഗൈസ്, അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും ബിഗ് ബോസ് താരങ്ങളെ കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. പോക്കിനൊപ്പം ഒരു ഇവന്റ് ഉണ്ട്. സോ ഇവന്റ് നമ്മുടെ അക്ബർ ഖാന്റെ ആണ്, ഇത്രയും പറയാം. അക്ബർ ഖാൻ അകത്ത് ബിഗ് ബോസ് നല്ല ഗംഭീരമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഭാര്യ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പരിപാടിയുണ്ട്, എറണാകുളത്തേക്ക് വരണമെന്ന്. പിന്നെ ഡോക്ടർ ഷെറീൻ ഖാൻ വിളിച്ചാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്തായാലും പോവാണ്. ഞാൻ ഓടിക്കുന്നത് കാരണം ഡ്രൈവർ പുറകെ പേടിച്ചിരിപ്പുണ്ട്, ആളെ കാണിക്കുന്നില്ല. എന്തായാലും നമുക്ക് പോവാം. എപ്പോഴും വീഡിയോക്കകത്ത് നമ്മൾ കെർവിനെ കുറിച്ച് പറയുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കെർവ് എടുക്കുന്നതിന് മുൻപ് ചാച്ചൻ വേറെ പല വണ്ടികളും നമുക്ക് ഓപ്ഷൻ വെച്ചാണ്. പക്ഷെ എനിക്ക് സൺറൂഫ് വേണമായിരുന്നു, പിന്നെ ലുക്ക് വേണമായിരുന്നു. ഇതാണ് എന്റെ മെയിൻ പരിപാടി. സൺറൂഫ് ഒന്ന് കാണിച്ചേ. ഹായ്, ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഒന്ന് കാണിച്ചേ. മഴ ഇങ്ങനെ പെയ്ത ഡ്രോപ്സ് എടുക്കുന്നുണ്ടോ? ഭയങ്കര ഭംഗിയില്ലേ? എനിക്ക് ഇന്നലെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടാ. അപ്പൊ ഇതൊക്കെ കാണാനും തലയൊക്കെ പുറത്തിടാനും പിന്നെ വണ്ടിയുടെ ലുക്ക് കണ്ടാണ് നമ്മൾ കർവെടുത്തത്. എന്തായാലും നമുക്ക് പോവാം. ആദ്യം സീറ്റ് ബെൽറ്റ് ഇടട്ടെ. പിന്നെ എൻ്റെ കൂടെ വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാവരും എത്ര സീറ്റ് ബെൽറ്റ്, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഇടണം. ബിക്കോസ് ഞാനൊരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ടേ. ഓക്കേ, ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാം വളരെ ശരിയാണ്. ഒരു മിനിറ്റ് ഞാനിവിടെ നിർത്തി ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാന്നാനം പള്ളി. ഇവിടെയാണ് നമ്മൾ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കാറ്. പിന്നെ ഈ പള്ളിയുടെ മേളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴാണ് ബ്യൂട്ടി കാണാൻ പറ്റുന്നത്. താഴെ ഇപ്പുറത്തെ സൈഡാ. ഇപ്പുറത്തെ ഗ്ലാസ് ഓർക്കൂ പ്ലീസ്. അയ്യോ ദേവിയേറെ വണ്ടി വരുന്നുണ്ട്, ഒന്ന് ഒതുക്കട്ടെ. നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് 2 മണിക്കൂറാണ് കാണിക്കുന്നത്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൽ കൂടും. സോ നമ്മൾ ആദ്യം പോകുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് എവിക്റ്റ് ആയി വന്നിട്ടുള്ളവരിൽ ഒരാളെ കാണാനായിട്ടാണ്. അയാളെ കാണുന്നു. അയാളിപ്പോ വിളിച്ചപ്പോ നല്ല ഉറക്കാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അയാളെ കാണാൻ പോവാം. ഈ വരുന്നവൻ ഒരു കുടക്കള്ളനാണ്. കുറെ നാളുകളായിട്ട് എന്റെ റെഡ് കളറിലെ പുത്തൻ കുട മേടിച്ചിട്ട് തരാണ്ട് വെച്ചോണ്ടിരിക്കുന്ന കൊച്ചു. മുഖം കാണിച്ചോ? ആദ്യം വരെ ഡ്രൈവ് ചെയ്തപ്പം എനിക്ക് നല്ലപോലെ ബോറടിച്ചു. സോ നമ്മൾ അജിത്തേട്ടന് വണ്ടി കൊടുത്തിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഗൈസ് ഇത് നോക്കൂ. വാട്ട്സ് ഇൻ മൈ കാർ നോക്കാം. ഇവിടെ കർവിന്റെ ബാക്കിൽ എന്തൊക്കെയാ നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. ഇതെനിക്ക് ഇന്നിടാനുള്ള കോസ്റ്റ്യൂമാണ്. ഇത് നമ്മുടെ ട്രൈപ്പോഡ് എവിടെ പോയാലും കൊണ്ടുപോകും. ഈ സാധനം ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഷൂട്ടിന് പോയപ്പോൾ ഓഫറിന് കിട്ടിയ ഓട്സ് ആൻഡ് യിപ്പി. ഓക്കെ, പിന്നെ എനിക്ക് എപ്പോൾ ട്രാവൽ ചെയ്താലും എന്തെങ്കിലും കുറിക്കാൻ തോന്നും. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ പ്രിങ്കിൾസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ലാപ്പാണ്, ഇതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മുടെ മൈക്ക്. ഈ മൈക്ക് നല്ലതാണ് കേട്ടോ. ശരിക്കും ഹോളി ലാൻഡിന്റെ ഒരെണ്ണം നമുക്ക് മിസ്സായി പോയി, ഇപ്പൊ കയ്യിൽ ഒരെണ്ണം ഉള്ളൂ. പിന്നെ ഇത് RJ ജോയുടെ ബാഗാണ്. ഇതിൻ്റെ ഉള്ളിലാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ. ആൻഡ് ഇത് കൊട. ആൻഡ് ഫൈനലി ഇതാ എൻ്റെ ഷൂസ് കൂടെ ഉണ്ട്. ഇത്ര ആയപ്പം ബാക്ക് തീർന്നു. നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കിന് എല്ലാം കൂടെ വാരി വലിച്ച് പെറുക്കി ഇതിനകത്ത് ഇടും. പിന്നെ നമ്മൾ പോകും. അതാണ് നമ്മുടെ പരിപാടി. എന്നാലും നമ്മൾ ഇന്നത്തെ ഇവന്റ് കഴിഞ്ഞ് രാത്രിയായിരിക്കും വരുന്നത്. സോ നാളെ നമ്മളിത് ക്ലീൻ ചെയ്യും. അങ്ങനെ കുറച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പം നമ്മൾ കൊച്ചി മറൈൻ ഡ്രൈവ് എത്തി. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ സർദാർ ജി കാ ദാബിയിൽ കയറി ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു. ഗൂഗിളിൽ കണ്ടതാണ്, അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു പഞ്ചാബി വൈബൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഗൈസ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ വീഡിയോസിലൂടെ മാത്രം എന്നെ കാണുന്ന ആളുകൾ ഞാൻ ഓവറാണെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഴയ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ മതി. ഞാൻ ശരിക്കും ഇങ്ങനെ എന്ത് ചെയ്യാനാ? ഈ കാണുന്ന ലൈസയും പിന്നെ ഈ 2 ഫുഡ് ഐറ്റംസും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു 1500 രൂപ ബില്ലായി. സത്യം പറയാലോ, ആ പൈസക്കുള്ള ടേസ്റ്റ് ഒന്നും ഈ ഫുഡിനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഹയത്തിലേക്ക് വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലൂടെ ഷൂട്ടിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഹയത്തിലേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റ് ഒരു 3-4 ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നത്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് താരമാണേ. ആളിപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഉടനെ വരും എന്ന് പറഞ്ഞ കാരണം നമ്മൾ റൂമിൽ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇങ്ങനെ നിൽക്കുമ്പോഴേ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മഴവിൽ മനോരമയിലെ അവാർഡ്സിന്റെ ഓർമ്മകളാണ്. 2023-24 അവാർഡ്സിന്റെ റെഡ് കാർപ്പറ്റ് ആങ്കർ ഞാനായിരുന്നേ. ആ സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസും പിന്നെ നമ്മുടെ
കാർത്തിക് സൂര്യ, ഡെയിൻ ഡേവിസ്, പാർവതി ചേച്ചി, പാർവതി ബാബു ഇവരെല്ലാവരുടെയും കൂടെ ഹോസ്റ്റിങ്ങും പരിപാടീസൊക്കെ ആയിട്ട് നമ്മൾ മാരിറ്റിലാണ് സ്റ്റേ ചെയ്തത്. അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആളെ കാണാൻ പറ്റിയില്ല ഗൈസ്. നമ്മളിനിപ്പോൾ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഓക്കെ ബൈ. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തെന്തായാലും ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനിയിപ്പോൾ പരിപാടി പൊളിഞ്ഞ സ്ഥിതിക്ക് ആളുടെ പേര് ഞാൻ പറയാം. ജിസേലിനെയാണ് നമ്മൾ കാണാൻ പോയത്. പക്ഷേ കണ്ടത് ആളുടെ മമ്മീനെയാണ്. പിന്നെ നമ്മൾ റൂമിലിരുന്ന് മമ്മിയായിട്ട് കത്തിയും വെച്ച് ഡ്രസ്സും മാറി മേക്കപ്പ് ഇട്ട് അക്ബർ ഖാന്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ബിക്കോസ് ജിസേൽ വരാൻ ഒരുപാട് ലേറ്റ് ആകും ഗൈസ്. നീലക്കുയിൽ എവിടെ? ഗൈസ് ഇവരാണ് നമ്മുടെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളുകള്. എന്റെ യൂട്യൂബ് ചാനലിൽ കുറെ ആളുകളുണ്ട്. നിങ്ങളെ തിരക്കാറാണ്. ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. ഞാൻ വന്ന സമയത്ത് ഈ കാണുന്ന ചേട്ടന്മാരും പിന്നെ ഇവരുടെ കൂടെ വന്ന ആളുകളൊക്കെ കൂടെ തടഞ്ഞു വെച്ച് പല ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്ത് ഒരുപാട് ചോദ്യങ്ങളും ചോദിച്ചിട്ട് പോയി. ഞാൻ എല്ലാത്തിനും നല്ല ഉത്തരം കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ടും അകത്തേക്ക് കയറിയപ്പോഴാണ് കുറച്ച് റിലാക്സ്ഡ് ആയത്. ആ സമയത്ത് ഡോക്ടർ റോബിനെ കണ്ടു. റോബിൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആളെ കണ്ടു, ശോഭ ചേച്ചിനെ കണ്ടു, ജിൻഡോ കാക്കേനെ കണ്ടു, പിന്നെ ഒനിയിൽ, ശൈത്യ, ഷാരിക, പിന്നെ നമ്മുടെ അക്ബർ ഖാന്റെ ഫാമിലിനെ ഫുൾ മീറ്റ് ചെയ്തു. ആളുടെ വൈഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ അപ്പാനി ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. ചാച്ചൻ എന്തോ പറയുന്നുണ്ട്. സംസാരിക്കേണ്ട സ്പേസ് നമ്മളെല്ലാവരും അവരും ടീമിന്റെ ക്രിയേറ്റിവിറ്റി കാണാനായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാവരും നിർത്തി നിർത്തിയിട്ട് ബിഗ് ബോസ് എങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം റോബിൻ സംസാരിച്ച പോലെ എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, അത് വലിയ ഭാഗ്യം. കുറച്ച് നേരത്തെ ഇറങ്ങി, അവർ കുറച്ച് താമസിച്ചിറങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ചോദിക്കാനുള്ളത് നമ്മുടെ സ്വന്തം അക്ബർഖാനോട് അത്യാവശ്യം നല്ല കോംബോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? First of all, I am so happy to be a part of this event because ഭയങ്കര സന്തോഷമായി. അക്ബർ ഖാന്റെ വൈഫ് നമ്മളെ വിളിച്ചിട്ട് ബിസി ഫാമിലി ആയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തിരക്കാണെങ്കിൽ ഞാൻ വരുന്നതാണ് പറഞ്ഞത്. ഞാൻ എഡിറ്റായി 14 ദിവസം വീട്ടിൽ നിന്നുള്ളൂ. എഡിറ്റായി കഴിഞ്ഞ് വന്നപ്പോൾ എടുത്ത് കുറെ ആളുകൾ ഇങ്ങനെ ഇന്റർവ്യൂസിൽ പറഞ്ഞിരുന്നു അപ്പാടി ഇപ്പൊ പോയി, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തിക്കൊണ്ട് പറയായിരുന്നു. അപ്പാടി അക്ബർ കൂട്ടുകെട്ടിൽ പോയതുകൊണ്ട് ആളെ ബിസി എഡിറ്റായെന്ന് അവർക്ക് ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ എഡിറ്റ് ആവുന്നതിന് കുറച്ച് ദിവസം മാത്രമേ എനിക്ക് അക്ബറിക്കാർക്കും അപ്പാടിക്കും കൂട്ടുകൂടാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ബിഗ് ബോസിൽ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ്. ഏറ്റവും നല്ല മെമ്മറി എനിക്ക് കിട്ടിയത് അക്ബറിക്കാട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞുള്ളൂ, അക്ബറിക്ക ആ പാട്ട് ഞാൻ മിസ് ചെയ്യുന്നത്. ബിക്കോസ് ആള് എന്റെ കൂടെ 1 വീക്ക് കിച്ചണിലുണ്ടായിരുന്നു. പാചകം അറിയാത്ത ഞാൻ പാചകം പഠിച്ചു. അക്ബറിക്ക നല്ല അടിപൊളിയായിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തന്നു. അപ്പൊ ജിസേലാണ് ഞങ്ങളുടെ കൂടെ എല്ലാം കുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. സോ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആള് അക്ബറിക്കായിരുന്നു. നിമിഷ കവിയാണ്, സ്പോട്ടിലാണ് പാട്ട് പാടി ഞങ്ങളുടെ കൂടെ ചില്ല് ചെയ്യുന്നത്. സോ ഏതായാലും ആളിപ്പോ നല്ലപോലെ കളിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ എഡിറ്റായി വന്ന എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞ കാര്യമാണ്, വിന്നർ ആരാകണം എന്നാണ് എന്റെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഞാൻ ഒപ്പം പറഞ്ഞു അക്ബറിക്കാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. സോ അതാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ ടീം ചേഞ്ച് ആയി വരുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ പേര് വരുന്നുണ്ട്. പക്ഷേ എന്തായാലും അക്ബറിക്ക ടോപ്പ് ആയിട്ട് ഉണ്ടാകട്ടെ എന്ന് കാണാൻ വേണ്ടി ഒരുപാട് സന്തോഷം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയിപ്പം ഇവർക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. ഒരു PR കൊണ്ടൊന്നും ഇവിടെ ആരും ജയിക്കില്ല, അത് നിങ്ങൾക്ക് തോന്നണട്ടോ. കാരണം PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PR ആയിരുന്നല്ലോ. അവൻ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഈ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. ബിക്കോസ് ഇനി സ്റ്റേജിൽ കയറാൻ പോണ ആള് ജിസേലാണ്. ആളുടെ പാട്ടിന്റെ വിശേഷങ്ങളുടെ പുറകെ എല്ലാവരും ഇങ്ങനെ കാതോർത്തിരിക്കുകയായിരുന്നു. അല്ല, ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മുടെ അക്ബറിക്കാടെ മ്യൂസിക്കൽ ആൽബം മായാദിവാനെ ഇന്ന് റിലീസ് ചെയ്യായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർത്ത് പരിപാടി ഇങ്ങ് ഗ്രാൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പാട്ട് ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് മായാദിവാനെ എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ റീലും സ്റ്റോറിയും കേട്ടിട്ടുണ്ട്. കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. ഒരു 3 വർഷം മുൻപ് ഞാൻ ഒരു സ്റ്റേജിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ശോഭ ചേച്ചിയായിരുന്നു ഗസ്റ്റ്. അന്ന് ഞാൻ ശോഭ ചേച്ചിയുടെ ചോദിച്ചു, ശോഭ ചേച്ചി ഈ ബിഗ് ബോസ് ഇപ്പോൾ നടപടിയാകുമോ? എനിക്ക് ആദ്യം ഉള്ളത് ചേച്ചി പറഞ്ഞു കുറച്ച് ടഫാണ്, കുറച്ച് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ബാംഗ്ലൂരിൽ ഇരുന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അഖിൽമാരായിരുന്നു ഗസ്റ്റ്. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ മാറാൻ പറഞ്ഞു കുറച്ച് ടഫാണ്, നമ്മൾ വിചാരിക്കുന്നത് അല്ലാന്ന് പറഞ്ഞു. സോ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ സോ ഹാപ്പി. ഒട്ടും വിചാരിച്ചില്ല പിന്നെ ഇത്ര പെട്ടെന്ന് പോകുന്ന ഭയങ്കര അൺഫെയർ എവിക്ഷൻ ആയിരുന്നു. സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശോഭ ചേച്ചി ഈ പറഞ്ഞ കാര്യമില്ലേ, ഇത് തന്നെ ഞാൻ എവിക്റ്റായി വന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ ബിഗ് ബോസ് വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിക്ഷൻ അൺഫെയർ ആണെന്ന്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെ അവിടെ വിട്ടിട്ട് അടുത്ത പരിപാടി നമുക്ക് നോക്കാം, അതല്ലേ നല്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തൊപ്പി ഇവിടെ വന്നത് പ്രസന്റ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, തൊപ്പി ആൻഡ് ഗ്യാങ്. പിന്നെ അക്ബറിക്കാടെ ഫാമിലി മെമ്പേഴ്സ്
മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാൾ മുമ്പ് കണ്ട് പരിചയപ്പെട്ട പോലെ ആയിരുന്നു അവരുടെ എല്ലാവരുടെയും പെരുമാറ്റം. എന്തോ സ്വന്തം വീട്ടിൽ ചെന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നേ. പിന്നെ നമ്മുടെ മായ ദിവാനയുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് ജിസേലിനാണെങ്കിൽ കത്തി വെച്ചിട്ട് തീരുന്നുമില്ല. സോ കത്തിയൊക്കെ ഇരുന്ന് കേട്ട് ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എന്റെ കയ്യിലും പിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഷെറിൻ ചേച്ചി എന്താ പറയുന്നത് അറിയാവോ, ഞങ്ങളുടെ കല്യാണത്തിന് നേരത്തെ വരണേന്ന്. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന്റെ ഡേറ്റ് പോലും ഫിക്സ് ആയിട്ടില്ല, എങ്കിലും പുള്ളിക്കാരി അഡ്വാൻസ് ആയിട്ട് നമ്മളെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചില്ലെങ്കിലും നമ്മൾ വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ജിൻഡോ കാക്ക വന്നു. ഈ മനുഷ്യനാണെങ്കിൽ എന്നെ സൈഡിൽ പിടിച്ച് നിർത്തിയിട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ ബൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു എബൌട്ട് PR. സോ ഞാൻ സൈഡിൽ കൂടെ നൈസായിട്ട് സ്കൂട്ടായി ഫുഡ് അടിക്കാൻ പോവാണ്. ഈ സമയത്തെ നമ്മുടെ റസ്മിനും നന്ദനയും കൂടെ ജോയിൻ ചെയ്തേ. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ നിരത്തി പിടിച്ചങ്ങ് കല്ലപ്പം ഓർഡർ ചെയ്തു. കൂടെ നല്ല ചിക്കൻ റോസ്റ്റും ബീഫ് പെരളനും വെജ് കറിയും ചായയും കാപ്പിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.